بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. വചനം 5. മഥലു ഉപമ, മാതിരി, ഉദാഹരണം. അല്ലദീന ഹുമ്മിലു വഹിപ്പിക്കപ്പെട്ടവരുടെ, ചുമതലപ്പെടുത്തപ്പെട്ടവരുടെ, അത്തൗറാത്ത തൗറാത്ത്, സുമ്മ ലം യഹ്മിലൂഹ പിന്നെ അവരത് വഹിച്ചില്ല, ഏറ്റെടുത്തില്ല, നിർവഹിച്ചില്ല. കമഥലിൽ ഹിമാരി കഴുതയുടെ മാതിരിയാണ്, യഹ്മിലു വഹിക്കുന്ന, അസ്ഫാറ വൻ ഗ്രന്ഥങ്ങൾ, ബിഇസ എത്രയോ ചീത്ത, വളരെ ചീത്ത, ദുഷിച്ചതാണ്. മഥലുൽ ഖൗമി ജനതയുടെ ഉപമ, അല്ലദീന കദ്ദബു വ്യാജമാക്കിയതായ, ബി ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ആയത്തുകളെ, വല്ലാഹു ലാ യഹ്ദി അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല, അൽ ഖൗമൽ ളാലിമീൻ അക്രമികളായ ജനതയെ. തൗറാത്ത് ചുമതലപ്പെടുത്തപ്പെട്ടിട്ട് പിന്നെ അത് ഏറ്റെടുത്തു നിർവഹിക്കാതിരുന്നവരുടെ ഉപമ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയുടെ മാതിരിയാകുന്നു. അള്ളാഹുവിന്റെ ആയത്തുകളെ, ലക്ഷ്യങ്ങളെ വ്യാജമാക്കിയ ജനതയുടെ ഉപമ എത്രയോ ചീത്ത. അക്രമികളായ ജനങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين. വചനം 6. ഖുൽ പറയുക, യാ അയ്യുഹല്ലദീന ഹാദു യഹൂദികളായിട്ടുള്ളവരെ, ഇൻ സഅംതും നിങ്ങൾ ജൽപ്പിക്കുന്ന പക്ഷം, വാദിക്കുന്ന പക്ഷം, അന്നകും ഔലിയാഉ നിങ്ങൾ മിത്രങ്ങളാണ് എന്ന്, ബന്ധപ്പെട്ടവരാണെന്ന്, ലില്ലാഹി അല്ലാഹുവിന്, മിൻ ദൂനിന്നാസി മനുഷ്യരെ കൂടാതെ, ഫതമന്നൗ എന്നാൽ നിങ്ങൾ കൊതിക്കുവീൻ, മോഹിക്കുക, അൽ മൗത മരണത്തിന്, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ സത്യം പറയുന്നവർ. നബിയെ പറയുക, ഹേ യഹൂദികളായുള്ളവരെ, മറ്റു മനുഷ്യരെ കൂടാതെ നിങ്ങൾ മാത്രം അള്ളാഹുവിന് മിത്രങ്ങളാണു എന്ന് നിങ്ങൾ ജൽപ്പിക്കുകയാണെങ്കിൽ, എന്നാൽ നിങ്ങൾ മരണത്തിനൊന്ന് കൊതിക്കുവിൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ. വചനം 7. വലാ യതമന്നൗനഹു അതിനവർ കൊതിക്കുകയില്ല, അബദൻ ഒരു കാലത്തും, ഒരിക്കലും. ബിമാ ഖദ്ദമത് മുൻ ചെയ്തു വെച്ചതു നിമിത്തം, ഐദീഹി അവരുടെ കരങ്ങൾ, വല്ലാഹു അലീമുൻ അല്ലാഹു അറിയുന്നവനാണ്, ബിൽളാലിമീൻ അക്രമികളെപ്പറ്റി. തങ്ങളുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം ഒരു കാലത്തും അവർ അതിന് കൊതിക്കുകയില്ല. അള്ളാഹു അക്രമികളെപ്പറ്റി അറിയുന്നവനാകുന്നു.
قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. വചനം 8. ഖുൽ പറയുക, ഇന്നൽ മൗത നിശ്ചയമായും മരണം, അല്ലദീ തഫിറൂന നിങ്ങൾ പേടിച്ച് ഓടിപ്പോകുന്നതായ, മിൻഹു അതിൽ നിന്ന്, ഫഇന്നഹു മുലാഖീകും നിശ്ചയമായും അത് നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്, അഭിമുഖീകരിക്കുന്നതാണ്. സുമ്മ തുറദ്ദൂന പിന്നെ നിങ്ങൾ മടക്കപ്പെടും, ആക്കപ്പെടും, തിരിക്കപ്പെടും. ഇല ഇൽമിൽ ഗൈബി അദൃശ്യം അറിയുന്നവനിലേക്ക്, വശഹാദ ദൃശ്യവും, ഫയുനബ്ബിഉകും അപ്പോൾ അവൻ നിങ്ങളെ വൃത്താന്തമറിയിക്കും, ബോധപ്പെടുത്തും, ബിമാ കുൻതും നിങ്ങളായിരുന്നതിനെപ്പറ്റി, തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കും. പറയുക, നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ ആ മരണം നിശ്ചയമായും അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതുമാകുന്നു. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെക്കുറിച്ചും അവൻ നിങ്ങളെ വൃത്താന്തമറിയിക്കുന്നതാണ്. അഞ്ചാം വചനത്തിന്റെ വിശദീകരണം. താനെന്തു വഹിക്കുന്നു, ആ വഹിക്കുന്ന വസ്തുവിൽ എന്താണുള്ളത്, അതിന്റെ ലക്ഷ്യമെന്ത്, പ്രയോജനമെന്ത്, ഇതൊന്നും പുസ്തകഭാണ്ഡം പേറിക്കൊണ്ടു നടക്കുന്ന കഴുതക്ക് അറിയുകയില്ലല്ലോ. അതും പേറി നടക്കണം, അതിനുള്ള വിഷമവും സഹിക്കണം, അത്രമാത്രം. ഇതുപോലെ തന്നെയാണ് തൗറാത്തിന്റെ ഭാരവാഹികളായ യഹൂദരുടെയും നില. തൗറാത്തിലെ ഉള്ളടക്കം ഗ്രഹിക്കുവാനോ അതിന്റെ അധ്യാപനങ്ങൾ അനുസരിക്കുവാനോ അവർ ശ്രദ്ധിക്കുന്നേയില്ല. പകരം പരമ്പരാഗതമായ ഐതിഹ്യങ്ങൾ കൊണ്ടും തങ്ങളുടെ വ്യാമോഹങ്ങൾ കൊണ്ടും തൃപ്തി അടയുകയാണവർ. മൃഗങ്ങൾക്കും കാര്യം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയില്ല, ഇവർക്ക് അതുണ്ട്. അത് ഇവർ ഉപയോഗപ്പെടുത്താതിരിക്കുകയാണ്. ആ നിലക്ക് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതുപോലെ, ഉലായിക കൽ അൻആം ബൽഹും അളല്ല്, അഥവാ മൃഗങ്ങളെക്കാൾ പിഴച്ചവരാണ് ഇവർ. ഗ്രന്ഥക്കെട്ട് വഹിക്കുന്ന ഒട്ടകത്തോടോ മറ്റോ ഉപമിക്കാതെ കഴുതയോട് ഉപമിച്ചിരിക്കുന്നത് അള്ളാഹുവിന് അവരുടെ നേരെയുള്ള വെറുപ്പിന്റെ കാഠിന്യമാണ് കാണിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അനുയായികളുടെ ഇന്നത്തെ പൊതുനിലയും ഈ വചനവും മുമ്പിൽ വെച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കുക. ഇനിയൊരു വേദഗ്രന്ഥം അവതരിക്കുമായിരുന്നെങ്കിൽ അവരെപ്പറ്റി അള്ളാഹു എങ്ങനെ പറയുമായിരിക്കും? ചിന്തിച്ചു നോക്കുക. വൽ അയ്യാദുബില്ല. 6-7 വചനങ്ങളുടെ വിശദീകരണം. ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന്റെ ഇഷ്ടക്കാരുമാണ്. സൂറത്തുൽ മാഇദ വചനം 18. എണ്ണിക്കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളിലല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുന്നതല്ല. സൂറത്തുൽ ബഖറ വചനം 80. എന്നിങ്ങനെ പലതും യഹൂദികൾ വാദിച്ചിരുന്നു. ഇതെല്ലാം മനസ്സാക്ഷിയോടെ പറയുന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും വേഗം ലഭിക്കേണ്ടതിനും അതിനായി വേഗം മരിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കണമല്ലോ. ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണപ്പെടുവാൻ ഒന്ന് കൊതിച്ചു കാണട്ടെ, നിങ്ങളുടെ സത്യത കാണാമല്ലോ എന്നാണ് അള്ളാഹു അവരെ വെല്ലുവിളിക്കുന്നത്. അവരുണ്ടോ അതിന് ധൈര്യപ്പെടുന്നു? പ്രത്യക്ഷത്തിൽ വായ കൊണ്ടെങ്കിലും ഒരൊറ്റ യഹൂദിയും ആ വെല്ലുവിളി നേരിടുവാൻ മുമ്പോട്ട് വന്നില്ല. വെല്ലുവിളിയോടൊപ്പം തന്നെ അവരതിന് ധൈര്യപ്പെടുന്നതല്ലെന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനറിയാമല്ലോ അവരത് വൃഥാ വ്യാജം പറയുകയാണെന്ന്. ഏതാണ്ട് ഇതുപോലെ മറ്റൊരു വെല്ലുവിളി ക്രിസ്ത്യാനികളോടും നടത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. ആലു ഇമ്രാൻ 61 ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികൾ ഒഴിഞ്ഞുമാറുകയാണുണ്ടായത്. ഇതെല്ലാം ഖുർആന്റെ ദിവ്യതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യതയും തെളിയിക്കുന്ന പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളാകുന്നു. 8-ാം വചനത്തിന്റെ വിശദീകരണം. നിങ്ങൾ ആ വെല്ലുവിളി നേരിടാൻ ധൈര്യപ്പെടട്ടെ, ധൈര്യപ്പെടാതിരിക്കട്ടെ. ഇതാണ് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത്. ഇത് ഓർമ്മ വെച്ചുകൊള്ളുക എന്ന് താൽപ്പര്യം.